പരിശുദ്ധ പിതാവേ, നല്ലൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം, ഞങ്ങളെ പോറ്റി പുലർത്തിയൊരു ദൈവം, ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടണം. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങൾ അപേക്ഷിച്ചാൽ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഞങ്ങളെ കരുതുന്ന ദൈവമാണ്. ഞങ്ങളെ പോറ്റുന്ന ദൈവമാണ്. ഞങ്ങളെ പുലർത്തുന്ന ദൈവമാണ്. ഒരിക്കലും ഞങ്ങൾ വീണു പോകുവാൻ ഇടവരാതെ വണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം താങ്ങി ഞങ്ങളെ കരുതുന്നൊരു നല്ലൊരു ദൈവ സ്നേഹത്തെ ഓർത്ത്, ആ കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച് ഇത്രത്തോളം നടത്തിയ ആ ദൈവത്തിൻ്റെ മഹാദയയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും നല്ലതും ശ്രേഷ്ഠമായതുമായ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ ദൈവം പുതിയൊരു വർഷം ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷമായി മാറട്ടെ. അത്ഭുതങ്ങൾ കാണുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കൃപ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദവികൾ, ആ ജോലികൾ, ആ അനുഗ്രഹങ്ങൾ എല്ലാത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കരം ശക്തമായി ചലിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളാൽ ഞങ്ങളെ നടത്തുന്ന ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം, ഇന്ന് പകൽക്കാലവും പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾക്ക് നന്ദി. ദൈവമഹത്വം ശക്തമായി വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മയിൽ സകലത്തെയും ഉളവാക്കിയ നസ്രയനായ യേശു കർത്താവിൻ്റെ കരം എല്ലാ മേഖലകളിലും ചലിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ചലിക്കണമേ. ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവൃത്തികൾ കാണുവാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങൾക്കുള്ളതിനെയെല്ലാം വാഴ്ത്തി നുറുക്കി നല്ലൊരു ശേഷിപ്പ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം സകല മേഖലകളിലും വെളിപ്പെടുമാറാകട്ടെ. അടയപ്പെട്ട എല്ലാ വാതിലുകളും തുറക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ടി കർത്താവെ, ഏതൊക്കെ വിഷയങ്ങളാണോ നിൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത്, ആ വിഷയങ്ങളുടെ മേലെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. ദൈവിക മഹത്വം ശക്തമായി വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണ തോന്നി വിടുവിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവെ, ഞങ്ങളൊരിക്കലും തകർന്നു പോകത്തില്ല, വീണു പോകത്തില്ല. ഞങ്ങളെ കരുതുന്നൊരു യേശു കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. ദൈവസാന്നിധ്യം അവരുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കണമേ. സാഹചര്യങ്ങൾ വഴിയൊരുക്കട്ടെ. വാതിലുകൾ തുറക്കുമാറാകട്ടെ. അത്ഭുതങ്ങൾ കാണുമാറാകട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറട്ടെ. ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ. സ്വർഗീയ വിടുതലുകൾ പ്രാപിക്കുവാൻ, അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ, അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. വചനം പറയുന്നു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്ന് കർത്താവിൻ്റെ തിരുവചനം പറയുമ്പോൾ ഈ നാളുകളിൽ കർത്താവിൻ്റെ മഹത്വം ശക്തമായി സകല കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും വെളിപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ശക്തമായി ചലിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടി തരുന്ന ദൈവം അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേകാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും ഒരു ആത്മീയ വളർച്ചയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ആയിരിക്കുവാനും
അധികം കൃപ കൊടുത്ത് കർത്താവേ, നിൻ്റെ മക്കളെയും അവരുടെ തലമുറകളെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം മാനിക്കണമേ. സമർപ്പിച്ചിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കണമേ. ദൈവമഹത്വം ശക്തമായി വെളിപ്പെടുവാനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത വിടുതലുകൾ കാണട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ കരം എല്ലാ മേഖലകളിലും ചലിക്കുമാറാകണം. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരം ചലിക്കണമേ. ദൈവത്തിൻ്റെ നീതിയുള്ള കരം കർത്താവെ ഈ സമയം ചലിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഓരോ വിഷയങ്ങളും സമർപ്പിക്കുമ്പോൾ ഞങ്ങളോട് മനസ്സലിഞ്ഞ്, ഞങ്ങളോട് കരുണ തോന്നി, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന യേശു കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഒരിക്കലും പരാജയത്തിൻ്റെ വക്കിലേക്ക് ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടും. കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഇന്നലകളിൽ കാണാത്ത വിടുതലുകൾ കാണുവാൻ, ഇന്നലകളിൽ അനുഭവിക്കാത്ത നന്മകൾ പ്രാപിക്കുവാൻ, ഇന്നലകളിൽ ഞങ്ങൾ കാണാത്ത പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടൻ മറച്ചു വച്ചിരിക്കുന്ന പല നന്മകളും ഞങ്ങളുടെ മുന്നിൽ കർത്താവെ അത് വെളിപ്പെട്ട് വരുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ശക്തമായി ചലിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുമാറാകണം. ദൈവമഹത്വം ശക്തമായി വെളിപ്പെടുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതകരം ചലിക്കണമേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഈ സമയം തന്നെ വിടുതലുകളെ അയക്കണമേ. അത്ഭുതങ്ങൾ കാണട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, നിൻ്റെ മക്കൾ കേട്ട പ്രവചനങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ആകട്ടെ. രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. മറ്റു പലർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വ്യക്തിപരമായ വിഷയങ്ങൾ സമർപ്പിച്ചിരിക്കുന്നവരുണ്ട്. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരുടെ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ശക്തമായി വെളിപ്പെടുമാറാകണമേ. പ്രാർത്ഥനയാൽ കർത്താവെ, സകലതും നേടുവാൻ, സകലതും പ്രാപിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതത്തെ ചെയ്യുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, ഈ പ്രാർത്ഥന അനേകർക്കൊരു അനുഗ്രഹവും ആശ്വാസവുമായി മാറട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അത്ഭുതത്തെ സ്വർഗം ചെയ്യണം, മാനിക്കണം, അനുഗ്രഹിക്കപ്പെടട്ടെ. അനേകർക്കൊരു അനുഗ്രഹവും ആശ്വാസവുമായി നിൻ്റെ മക്കൾ മാറട്ടെ. എല്ലാ നന്മകളാലും, സ്വർഗത്തിലെ സകല ആത്മീയ ഭൗതിക നന്മകളാലും എൻ്റെ സ്വർഗത്തിലെ ദൈവം നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ ആമേൻ.